ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു നടുമുറ്റത്തിനെ കുറിച്ചാണ്. അതായത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, എന്താണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഐറ്റംസ്. അങ്ങനെ ഞാൻ ചില ഫോട്ടോസൊക്കെ ഇടുമ്പോഴും വീഡിയോ ഇടുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ നടുമുറ്റത്തിൻ്റെ ഒരു സെറ്റപ്പ് മേക്ക് ഓവറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിടുന്നത്. ഇത് ഞങ്ങളുടെ വീടിനകത്ത് ഇൻറ്റീരിയറായിട്ട് ഒരു സെൻറ്റർ കോർട്ട്യാർഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതെങ്ങനെ സെറ്റ് ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ വീട് 2015 പണി തീർത്തത്. 2-3 കൊല്ലം എടുത്താണ് പണി കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അന്നേ ഞങ്ങളുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഈ നടുമുറ്റം എന്നുള്ളതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇത് മഴയും വെയിലും കൊള്ളുന്ന രീതിയിൽ, അതായത് ഇൻറ്റീരിയറിൽ തന്നെ നമുക്കൊരു സെൻറ്റർ കോർട്ട്യാർഡ് വേണമെന്നും അത് ഉള്ളിലേക്ക് മഴ പെയ്യുന്ന രീതിയിൽ വേണമെന്നായിരുന്നു അന്നത്തെ ഒരു ആഗ്രഹം. പക്ഷേ ഏകദേശം പണിയൊക്കെ തീർന്ന് ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയ ആ ഒരു സമയത്ത് ഈ ഉള്ളിലേക്ക് മഴ പെയ്യിക്കുമ്പോൾ കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ മുകളിൽ ഓപ്പണായിട്ട് വെക്കുമ്പോൾ ഒരുപാട് ഇലയും ഡസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം ഉള്ളിലേക്ക് വരാനും, പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും, പിന്നെ വെള്ളം തെറിച്ച് ചുറ്റും എന്താ പറയുക വഴുക്കാനും അങ്ങനെയുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞങ്ങളത് വേണ്ടെന്ന് വെക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ലുക്ക് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു 1.5 അടി താഴ്ചയിലാണ് ആ ഒരു സെൻറ്റർ പോർഷൻ ഉള്ളത്. അപ്പോൾ അതിൽ വെള്ളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം കണ്ടിട്ടുണ്ടായിരുന്നു. ഫൈബർ ഗ്ലാസ് കൊണ്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഓപ്പണിങ്, അതായത് നമുക്ക് വെള്ളം വെളിയിലേക്ക് എടുക്കാനായിട്ട് ഒരു ചെറിയ ഓപ്പണിങ് ഈ ഒരു കല്ലിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം ഇതിന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഫിഷുകളെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോബ് തുറന്ന് വെള്ളം നമുക്ക് ഔട്ട്ലെറ്റായിട്ട് വെളിയിലേക്ക് വിടാനുള്ള ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു PVC പൈപ്പ് അണ്ടർഗ്രൗണ്ട് ഈ കോൺക്രീറ്റിൻ്റെ താഴത്തൂടെയാണ് വെളിയിലേക്ക് ഔട്ട്ലെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ കോർട്ട്യാർഡിൻ്റെ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റിലാണ് ഉള്ളത്. ഇതിൽ ആദ്യം ഞങ്ങൾ പോളികാർബണേറ്റ് ഷീറ്റാണ് കവർ ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. ഇപ്പോൾ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓരോ തവണയും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫിഷുകളെ തിരിച്ചു വിടുന്നതിന് മുൻപായിട്ട് മിസ്റ്റർ ബ്ലൂ എന്ന് പേരുള്ള ആൻറ്റി ഫംഗൽ ഒരു ഫിഷ് മെഡിസിനാണിത്. ഇത് 1-2 തുള്ളി ഇട്ടതിന് ശേഷമാണ് ഫിഷ് തിരിച്ചതിലേക്ക് വിടുന്നത്. അതിൻ്റെയാണ് ഈ ഒരു നീല കളർ കാണുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ ഒരു നീല കളറ് ഫേഡായി സാധാരണ വെള്ളത്തിൻ്റെ കളറിലേക്ക് എത്തും. ഈ നടുമുറ്റത്തിൻ്റെ നടുക്കായിട്ട് ഒരു കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് ചെറിയ മോട്ടർ ഫിറ്റ് ചെയ്ത് ഒരു ഫൗണ്ടൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. മേക്ക് ഓവറിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ഒരു വുഡൻ ഇൻ്റർലോക്കിംഗ് ടൈൽസ്, അതായത് ഇതുപോലെയുള്ളൊരു ടൈലാണ് ഞങ്ങൾ ഐക്കേന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഓൺലൈനും അവൈലബിൾ ആണ്. ഇൻ്റർലോക്കിംഗ് ആണിത്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാനും ഒന്നിൻ്റെ അറ്റത്തേക്ക് മറ്റതിനെ പിടിപ്പിക്കാനുമുള്ള ഒരു സംവിധാനം ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു ടൈല് നമ്മൾ കുറച്ചെണ്ണം വാങ്ങി ചുറ്റും ഒരു ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡെക്ക് ടൈൽസ് എന്ന് ആമസോണിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു 1-2 വെറൈറ്റീസും കളേഴ്സും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഏർത്ത്ലി റസ്റ്റിക് ലുക്ക് കിട്ടാനായിട്ട് ഈ ഒരു ടൈൽസ് വെച്ചപ്പം ഹെൽപ്ഫുള്ളായി. മുകളിൽ നിന്ന് ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഇവിടെ സെറ്റ് ചെയ്തു. അഗ്ലോണിമയുടെ പല വെറൈറ്റീസും അതുപോലെ ഫിലോഡെൻഡ്രോണും അങ്ങനെയുള്ള ചെടികളൊക്കെയാണ് ആദ്യം വെച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് വെച്ചപ്പോൾ മണി പ്ലാന്റ് പോലെയുള്ള ചെടികളും പിന്നെ സ്നേക്ക് പ്ലാന്റ്, അതിൻ്റെ തന്നെ ചില വെറൈറ്റീസ് 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചു. പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെ തന്നെ പല ടൈപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ചെടികളും ഇൻഡോറിൽ നമുക്ക് സ്പെസിഫിക്കലി നോക്കുവാണെങ്കിൽ ലോ മെയിൻ്റനൻസും ഈ അഗ്ലോണിമ, അതുപോലെ ZZ പ്ലാന്റ്, പിന്നെ പീസ് ലില്ലി, ബെർലേ മാക്സ്, ഇങ്ങനെയുള്ള ചെടികളെല്ലാം നമുക്ക് അധികം മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത ചെടികളാണ്. ഇതെല്ലാം മണ്ണിലല്ലാതെ നമുക്ക് വെള്ളത്തിൽ തന്നെ ഇട്ട് വളർത്താൻ പറ്റുന്ന, മണി പ്ലാന്റ് പോലെ തന്നെ വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പല ചെടികളുമാണ്. അപ്പോൾ ഞാൻ ചില ചട്ടികളിൽ മാത്രമേ മണ്ണിൽ ചെടി വളർത്തുന്നുള്ളൂ. ബാക്കി കുറേ എണ്ണമെല്ലാം ചെടി നേരെ വെള്ളത്തിലിട്ടിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അതിനായി നമുക്ക് പഴയ ഭരണികളിലൊക്കെ വെള്ളം നിറയ്ക്കാം. അതുപോലെ ഗ്ലാസ് വാസുകളുണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ പറയുടെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക് തൈര് ഡബ്ബയുടെ ഉള്ളിൽ വെള്ളം നിറച്ചിട്ടാണ് ഞാൻ ചെടി വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഏത് ഉരുളി മുതൽ പലതരത്തിലുള്ള
എന്താ പറയുക കണ്ടെയ്നേഴ്സിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് വളർത്തുന്ന പോലെ തന്നെ ഈ എല്ലാ ചെടികളും വളർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളതിൽ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗപ്പീസ് പോലുള്ള ചെറിയ ഫിഷുകൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്കുണ്ടാവില്ല. പിന്നെ ഈ മെയിൻ ടാങ്കിൻ്റെ ഉള്ളിൽ ഞാൻ സക്കർ ഫിഷുകൾ, അതായത് ടാങ്ക് ക്ലീനർ എന്ന് നമ്മൾ വിളിക്കുന്ന സക്കർ ഫിഷുകളുണ്ടല്ലോ, അതൊരു 5-6 ഇട്ടിട്ടുണ്ട്. കാരണം നമുക്ക് ഈ വൈറ്റ് പെബിൾസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വെയിലടിക്കുമ്പോൾ ചിലപ്പോൾ അത് പായൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സക്കർ ഫിഷ് ഇട്ടത് കൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ള കല്ലുകൾ അതുപോലെ തന്നെ നിലനിർത്തി ഇതിലെല്ലാം പായൽ പിടിക്കുന്നതെല്ലാം അത് തിന്ന് ക്ലീൻ ചെയ്ത് തരും. അതുകൊണ്ട് അതൊരു വലിയ എന്താ പറയുക, ഈ ടാങ്ക് ക്ലീനർ എന്ന് വിളിക്കാനുള്ള കാരണം തന്നെ അങ്ങനെ ഒരു ഉപകാരം ഇവരെ കൊണ്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ മെയിൻ്റനൻസ് എനിക്ക് അതുകൊണ്ട് ഈ ഫിഷുകൾ തന്നെ പകുതിയും ചെയ്തു തരും എന്നുള്ളതാണ്. ഞാനിപ്പോൾ എക്സ്ട്രാ ഡെക്കറേഷൻസ് എന്നുള്ള നിലയ്ക്ക് ഷോക്കേസിൽ വെക്കാൻ പറ്റാത്ത കുറേ ഐറ്റംസ് കളക്ഷനിലുള്ള ഇതുപോലുള്ളൊരു തേങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ടിലാണിത്. അപ്പം തേങ്ങയുടെ ഉള്ളിലൊരു ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുള്ള ഒരു എവിടുന്നോ കളക്ട് ചെയ്തൊരു സാധനമായിരുന്നു. അതിനകത്തും നമുക്ക് വെള്ളം നിറച്ച് ചെടി വയ്ക്കാം. അങ്ങനെ നിലവിളക്ക് മുതൽ എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഫിഷ്, കൊയ് കാർപ്പ്, ഈ വെള്ള കാണുന്നത് സിൽവർ കാർപ്പാണ്. അപ്പോൾ ഗോൾഡ് ഫിഷ് പോലെയോ അല്ലെങ്കിൽ കാർപ്പ് പോലെയുള്ള കുറച്ച് വലിപ്പമുള്ള ഫിഷുകളാണ് ഇടാറുള്ളത്. ഇടയിൽ ഞാൻ കുറച്ച് ഗപ്പീസ് ഇട്ട് നോക്കിയിരുന്നു. അതുപോലെ മോളിയും ഉണ്ടായിരുന്നതാണ്, കുറേ എണ്ണം ഉണ്ടായിരുന്നു, പല ടൈപ്പിൽ പല കളേഴ്സിലുള്ള മോളി ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളാവുമ്പോൾ നിറയെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വലിയ ഫിഷുകളെല്ലാം അതിനെയൊക്കെ തിന്ന്, ഗപ്പീസ് ആണെങ്കിലും മോളിയുടെ ചെറിയ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഈ വലിയ ഫിഷുകളെല്ലാം അത് തിന്നുന്നു. അപ്പം അങ്ങനെ അത് അവോയ്ഡ് ചെയ്ത്, പിന്നെ ക്ലീനിങ് ടൈമിലാണെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങളുള്ള സമയത്ത് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ചെറിയ ഫിഷുകളെല്ലാം അവോയ്ഡ് ചെയ്തു. വലുതുകൾ മാത്രം, അതായത് ഈ ഗോൾഡ് ഫിഷ് പോലെയുള്ള അല്ലെങ്കിൽ കൊയ്ക്കാർപ്പ് പോലെയുള്ള ഫിഷ്, പിന്നെ ഈ ഷാർക്ക്, അതുപോലെ സക്കർ, ഇത്രയും ഫിഷുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇടയിൽ കുറേ ഗപ്പീസും ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ക്ലീനിങ്, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പിടിക്കാനും ബക്കറ്റിലേക്ക് മാറ്റി വെച്ച് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അങ്ങനെ അത് അവോയ്ഡ് ചെയ്തതാണ്. ആദ്യമൊക്കെ ഒരു മന്ത്ലി വൺസ് എന്നുള്ളൊരു നിലയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ആ സമയത്ത് സക്കർ ഫിഷ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു 3 to 4 മന്ത്സിനുള്ളിലാണ് ഒരു തവണ ക്ലീൻ ചെയ്യാറുള്ളൂ. കാരണം ഏകദേശം നല്ല വൃത്തിയായിട്ട് തന്നെ ഈ കല്ലുകൾ പായലൊന്നും പിടിക്കാതെ നിൽക്കുന്നുണ്ട്. ഒരുപാട് മീനുകളൊക്കെ ഉള്ള ഒരു സമയത്താണ് പെട്ടെന്ന് ചെളിയാകുന്നതും അതുപോലെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഒരു ഏകദേശം 10-12 മീനുകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത്ര തന്നെ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഈ 2 താറാവുകൾ ഹൈവേയിൽ ഈ സിമൻറ്റ് കൊണ്ടുള്ള ചട്ടികളും പോണ്ടും പിന്നെ അരയന്നങ്ങളും കൊറ്റി അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കുന്ന പിന്നെ റോഡ് സൈഡിലെ കടകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കടയിൽ നിന്നും വാങ്ങിച്ചതായിരുന്നു. വാങ്ങിക്കുമ്പോൾ സിമെൻറ്റിൻ്റെ കളർ തന്നെയായിരുന്നു, അവർ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പീസ്, ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പീസ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇത് അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ വീട്ടിൽ വന്നാണ് ഇങ്ങനെ വെള്ള പെയിൻ്റ് അടിച്ചത്, പിന്നെ കൊക്കുകൾക്ക് മഞ്ഞ പെയിൻറ്റും ഒക്കെ കൊടുത്ത് അങ്ങനെ ഈ ഒരു പോണ്ടിൽ സെറ്റ് ചെയ്തത്. സാധാരണ ഒരു അക്വേറിയം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടിയിട്ടൊരു ഓക്സിജൻ പമ്പും അതുപോലെ ഫിൽറ്റർ സെറ്റപ്പും എല്ലാം ആവശ്യമാണ്. പക്ഷേ ഇതിൽ ഫിൽറ്ററോ അങ്ങനെ ഓക്സിജൻ സപ്ലൈക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു പമ്പോ അങ്ങനെ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഇടയിൽ ഈ ഫൗണ്ടൻ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ വെള്ളത്തിനൊരു ഇളക്കം കിട്ടുമ്പോൾ തന്നെ ഓക്സിജൻ സപ്ലൈ അതിലേക്ക് കിട്ടുകയും, പിന്നെ ഫിൽറ്ററിനുള്ള ഈ പെബിൾസും ഇതുമൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ താഴോട്ടാണ് ഈ ഇതെല്ലാം അഴുക്കെല്ലാം പോയി നിൽക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കാണാം ഈ കല്ലുകളുടെ അടിയിലായിട്ട് ഈ ഫിഷസിൻ്റെ ഒരു വേസ്റ്റൊക്കെ താഴെ കിടക്കുന്നതായിട്ട്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു ഫിൽറ്റർ സിസ്റ്റമോ അങ്ങനെ ഒന്നും ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്ടർ ഫേണും അതുപോലെ വാട്ടർ ലെറ്റ്യൂസും അങ്ങനെ കുറച്ച് ചെടികൾ, ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ടൈപ്പ് ചെടികളൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ബുദ്ധിമുട്ടായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. കാരണം ഈ വാട്ടർ പ്ലാന്റ്സിൻ്റെയൊക്കെ വേരുകളൊക്കെ പൊട്ടി അഴുകുന്നതും പിന്നെ ഈ ഇലകൾ തന്നെ
ചിലതൊക്കെ അഴുകി ഇങ്ങനെ വിട്ട് ഫ്ലോട്ട് ചെയ്യാനൊക്കെ തുടങ്ങുമ്പം കാണാനൊരു വൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാനത് മാറ്റിക്കളഞ്ഞു. വെയിലടിക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് കുറയാറുണ്ട്. ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പം അതുകൊണ്ട് വെള്ളം ഞങ്ങൾ റീഫിൽ ചെയ്തൊന്ന് ടോപ്പപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നടുമുറ്റം എങ്ങനെ സെറ്റ് ചെയ്തു, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതലായി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ റിപ്ലൈ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.